നമസ്കാരം. നമ്മുടെ വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ യുവരാജാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ അനുയായികളെ പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളന്മാർ വിളിക്കുന്നത് പിടികളെന്നാണ്. ഈ പിടി എന്താണെന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഒരു വളർത്തുമൃഗത്തിൻ്റെ പേരാണത്, നായയുടെ പേരാണ് പിടി എന്നുള്ളത്. അതുകൊണ്ട് ഈ പിടികളെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അനുയായികളെ, അന്ധമായി രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നവരെ, രാഹുൽ ഗാന്ധിയെ അനുകരിക്കുന്നവരെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു സാമാന്യബോധത്തിന് നിരക്കാത്ത പ്രവർത്തികളെ അനുകൂലിക്കുകയും അതിനെ പിന്തുണച്ചുകൊണ്ട് പൊതുമണ്ഡലത്തിൽ വന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഈ സുപ്രിയ ശ്രീനിധയാണെങ്കിലും പവൻ ഖേരയാണെങ്കിലും പ്രിയാങ്ക് ഖാർഗെയും അദ്ദേഹത്തിൻ്റെ പിതാവ് മല്ലികാർജുന ഖാർഗെ ആണെങ്കിൽ പോലും ഇവരെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ് എന്നാണ് വിമർശകർ പറയുന്നത്. ഇവരെ പൊതുവായി വിളിക്കുന്ന, ആക്ഷേപപരമായി വിളിക്കുന്ന പേരാണ് ഈ പിടികൾ എന്നുള്ളത്. ഈ പിടികളെ പ്രധാനി ഞാൻ പറഞ്ഞല്ലോ, പവൻ ഖേര എന്നുള്ള വ്യക്തി രാഹുൽ ഗാന്ധിയുടെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതായത് വ്യാജമായൊരു ആരോപണം ഉന്നയിക്കുക, പിന്നെ അതിന് യാതൊരു തെളിവോ എന്തെങ്കിലും അതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും വസ്തുതകളോ പൊതുമണ്ഡലത്തിൽ വയ്ക്കാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടുക. ഒരു ആരോപണം വെടി ഉതിർക്കുക, ഒരു വെടിവെക്കുന്നത് പോലൊരു ആരോപണം ഉതിർക്കുക, അതിനുശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടുക. ഷൂട്ട് ആൻഡ് സ്കൂട്ട്. ഈ ഒരു സ്വഭാവം രാഹുൽ ഗാന്ധിക്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമുണ്ട്. റഫേൽ വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, ചൗക്കീദാർ ചോർഹെ ആരോപണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, EVM ആരോപണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, വോട്ട് ചോരിയുടെ ആരോപണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും രാഹുൽ ഗാന്ധി അനുവർത്തിച്ചു വരുന്ന ഒരു ഘടന, അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ഘടന ഇത് തന്നെയാണ്, ഒരു പാറ്റേൺ ഇത് തന്നെയാണ്, ഷൂട്ട് ആൻഡ് സ്കൂട്ട്. ഇത്തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ പരിണാമഫലമായി പലപ്പോഴും സുപ്രീം കോടതിയിലും മറ്റ് കോടതികളിലും ഒക്കെ പോയി കാലുപിടിച്ച് മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ട ഗതികേടും രാഹുൽ ഗാന്ധിക്കുണ്ടായി. പ്രത്യേകിച്ച് ഏറ്റവും അവസാനം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് ചൗക്കീദാർ ചോർഹെ എന്നുള്ള ആരോപണം സംബന്ധിച്ച് സുപ്രീം കോടതിയെ അനാവശ്യമായി ആ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചതിനാണ് പോയി മാപ്പ് പറഞ്ഞിട്ട് വന്നത്. പല കാര്യത്തിലും, RSSൻ്റെ കാര്യത്തിലും കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞ്, ഗാന്ധി വധത്തിൽ RSSന് പങ്കുണ്ട് എന്നാരോപിച്ചതിനെ തുടർന്ന് കോടതിയിൽ പോയി ഇടം വലം അടി വാങ്ങി അവസാനം വശം കെട്ട് മാപ്പ് പറഞ്ഞ് തടിയൂരിയ ചരിത്രവും രാഹുൽ ഗാന്ധിക്കുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വഭാവം പിന്തുടരുന്ന ആളുകളാണ് ഈ ട്രോളന്മാർ, പിടികളെന്ന് വിമർശിക്കുന്നവർ. അതിലൊരു പ്രമുഖനാണ് പവൻ ഖേര. പവൻ ഖേര സ്ഥിരമായി രാഹുൽ ഗാന്ധി ചെയ്യുന്നത് പോലെ തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ മേലും BJPയുടെ മേലും BJPയിലെ ഉയർന്നു വരുന്ന നേതാക്കളുടെ മേലുമൊക്കെ വ്യാജമായ ആരോപണങ്ങൾ സ്ഥിരമായി ഉന്നയിക്കാറുണ്ട്. അത് പലപ്പോഴും രൂക്ഷമായ ഭാഷയിൽ, ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള ഭാരതത്തിൻ്റെ അഭിമാനമായ സൈനിക നടപടികളുടെ മേൽ പോലും സംശയത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തുവാൻ നിർലജ്ജം ശ്രമിച്ചൊരു വ്യക്തിയാണ് പവൻ ഖേര. ആ പവൻ ഖേര ഈ അടുത്ത കാലത്ത് ലക്ഷ്യമിട്ടത് ഹിമന്ത ബിശ്വ ശർമ്മയായിരുന്നു, ആസാം മുഖ്യമന്ത്രി. പക്ഷെ അവിടെ കളി ഒരല്പം പിശകിപ്പോയി പുള്ളിക്ക്. കാരണം സാധാരണഗതിയിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചോ BJPയെ സംബന്ധിച്ചോ ഇവരെന്ത് വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചാലും പലപ്പോഴും എന്തെങ്കിലും ആയിപ്പോട്ടെ എന്നുള്ള തരത്തിൽ ഈ പവൻ ഖേരയോ സുപ്രിയ ശ്രീനിധയോ ഒന്നും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ BJP ഒരിക്കലും മുതിർന്നിരുന്നില്ല. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആസാമിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ കാലത്ത്, ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ റിനിക്കി ബിശ്വ 3 രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഒരേ സമയത്ത് കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം പവൻ ഖേര ഉയർത്തുകയും അത് സംബന്ധിച്ച് ആസാം പോലീസ് ഒരു കേസ് എടുക്കുകയും പവൻ ഖേരയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കാരണം ഈ ആരോപണം വ്യാജമായിരുന്നു. ഒന്നാമത്തെ കാര്യം, UAEയിലെ പാസ്പോർട്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. ഭാരതത്തിലെ ഒരു പൗരനെയോ പൗരയെ സംബന്ധിച്ച് സാധാരണഗതിയിൽ അസാധ്യമായൊരു കാര്യമാണ്. അത്തരത്തിലുള്ളൊരു വ്യാജ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പവൻ ഖേരയുടെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അസാം പോലീസ് ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഡൽഹിയിൽ ഇദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി. ധീരനും വീരനുമായിട്ടുള്ള പവൻ ഖേര, എനിക്കാരെയും ഭയമില്ല, നരേന്ദ്രമോദിയെ ഞാൻ കാലുമടക്കി അടിക്കും എന്നുള്ള തരത്തിലുള്ള വെല്ലുവിളികൾ വരെ നടത്തുന്ന ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് രായ്ക്ക് രാമാനം മുങ്ങി, അതായത് ഒളിച്ചോടി തെലങ്കാനയിൽ പൊങ്ങി. അവിടെ ഹൈക്കോടതിയിൽ പോയി, തെലങ്കാനയിൽ കോൺഗ്രസ് ഭരണമാണല്ലോ, അവിടുത്തെ അഭിഭാഷകരുടെയൊക്കെ സഹായത്തോടുകൂടി അവിടുത്തെ ഹൈക്കോടതിയിൽ പോയി ഒരു മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ചെടുത്തു. അസാം പോലീസ് നേരെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഈ കേസ് എടുത്ത വഴി തന്നെ തെലങ്കാന ഹൈക്കോടതിയുടെ ഈ നടപടി റദ്ദ് ചെയ്തു എന്നല്ല, സ്റ്റേ ചെയ്തു. അത് താൽക്കാലികമായിട്ട്
സ്റ്റേ ചെയ്ത് ചില നിരീക്ഷണങ്ങൾ നടത്തി. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് JK മഹേശ്വരിയും ജസ്റ്റിസ് അതുൽ എസ് ചന്ദൂർക്കറുമാണ് ഈ കേസ് വിചാരണയ്ക്കെടുത്തത്. അവരുടെ മുൻപിലാണ്, അവരുടെ ബെഞ്ചിൻ്റെ മുൻപിലാണ് ഈ കേസ് എത്തിയത്. അവരുടെ നിരീക്ഷണങ്ങളിൽ പ്രസക്തമായൊരു കാര്യം, എന്തുകൊണ്ട് പവൻ ഖേര തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചു. തെലങ്കാന ഹൈക്കോടതി അവരുടെ അധികാര പരിധികൾ ലംഘിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കാരണം തത്വത്തിൽ പവൻ ഖേരയുടെ പത്നി ഹൈദരാബാദുകാരിയാണെങ്കിൽ പോലും അവരുടെ ഇപ്പോഴത്തെ സ്ഥിരവിലാസം ഡൽഹിയിലാണ്. ഈ കേസ് പവൻ ഖേരയുടെ മേൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് അസാമിലാണ്. അതുകൊണ്ട് തന്നെ ഈ FIRനെ സംബന്ധിച്ച് പവൻ ഖേരയ്ക്ക് മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം പൂർണ്ണമായി അസാം ഹൈക്കോടതിക്കാണ്. ഇത്തരത്തിൽ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ, പവൻ ഖേര സമീപിച്ചത് തന്നെ തങ്ങളിൽ അത്ഭുതമുളവാക്കുന്നു എന്നാണ് സുപ്രീം കോടതി ജഡ്ജിമാർ ആ ബെഞ്ച് നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ തെലങ്കാന ഹൈക്കോടതി പവൻ ഖേരയ്ക്ക് നൽകിയ മുൻകൂർ ജാമ്യം താൽക്കാലികമായി സുപ്രീം കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. താൽക്കാലികമായി നല്ല റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ അസാം ഹൈക്കോടതിയുടെ വിധിയെ ഈ ഉത്തരവ് സ്വാധീനിക്കില്ല എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തെലങ്കാന ഹൈക്കോടതിക്ക് ഈ നടപടികളിൽ തുടർന്ന് കാര്യമൊന്നുമില്ല, ആ മുൻകൂർ ജാമ്യം അസാധുവാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പവൻ ഖേരയ്ക്ക് ഇനി ആസാമിൽ ഹൈക്കോടതിയെ സമീപിച്ചേ മതിയാകൂ. പക്ഷേ അസാമിലേക്ക് അദ്ദേഹം നേരിട്ടെത്തേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ്, ഏതാണ്ട് തീർച്ചയാണ്. കാരണം ഹിമന്ത് ബിശ്വ ശർമ്മ നരേന്ദ്രമോദിയെപ്പോലെയോ അമിത്ഷായെപ്പോലെയോ ഒന്നും അത്ര സഹിഷ്ണുതയുള്ളൊരു വ്യക്തിയല്ല. കാരണം ഇത്തരം ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിൽ വ്യക്തമായ ധാരണയുള്ളതാണ്. കാരണം കുറച്ചധികം കാലം കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം BJPയിലേക്ക് ഒടുവിൽ മനം മടുത്ത് BJPയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലുള്ള ഇത്തരക്കാരെ, രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പിണിയാളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വ്യക്തമായ ധാരണകളുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു ദാക്ഷിണ്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഈ പാകിസ്ഥാൻകാരോട് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ചില ട്രോളന്മാർ, അഫ്ഗാനിസ്ഥാൻകാരൊക്കെ ചിലപ്പോൾ പാകിസ്ഥാനും ഭാരതവുമായിട്ട് ചില ഏറ്റുമുട്ടലുകളൊക്കെ നടത്തുമ്പോൾ പറയാറുണ്ട്, ബഡേവാല തോ ഫിർ ഭി ദയാ കർക്കെ ഛോഡ് ദേഗാ, ചോട്ടേവാല തുജെ മാർ കെ ഫിർ സിന്ദാ കർക്കെ മാരേഗ എന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുറിച്ച് പറയുന്നതാണ്. മൂത്തയാൾ ചിലപ്പോൾ ദയ തോന്നി വിട്ടെന്ന് വരും നിന്നെ, ഇളയവൻ നിന്നെ കൊന്നിട്ട് വീണ്ടും പുനർജീവിപ്പിച്ച് വീണ്ടും കൊല്ലും, അതാണ് അയാളുടെ സ്വഭാവം. ഇതാണ് അതിൻ്റെ ഒരു സാരാംശം. ഇതിൻ്റെ ഒരു 10 മടങ്ങാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ സ്വഭാവം. യോഗി ബുൾഡോസർ കയറ്റുമെങ്കിൽ ഇദ്ദേഹം പാറ്റൺ ടാങ്ക് കയറ്റും. അധിനിവേശക്കാരുടെ, ഈ നിയമലംഘകരുടെ, ജിഹാദികളുടെ കല്ലെറിയാനായിട്ടും മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് നേരെ കല്ലെറിയുന്നവരുടെ അനധികൃത നിർമ്മിതികൾക്ക് മേൽ പാറ്റൺ ടാങ്ക് കയറ്റണമെന്നുള്ള ആശയക്കാരനാണ്, മനോഭാവക്കാരനാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പവൻ ഖേരയ്ക്ക് മേൽ യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. തന്നെയുമല്ല, ഒരുപാട് സാധുതകളും സാധ്യതകളുമുണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ച്. സാധ്യതകളും എന്ന് ഞാൻ പറഞ്ഞത്, ഒരുപാട് പ്രശ്നവശങ്ങളുണ്ട് ഈ കേസിനെ സംബന്ധിച്ച്. നേരത്തെ പറഞ്ഞൊരു ഷൂട്ട് ആൻഡ് സ്കൂട്ട് മനോഭാവമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഏറ്റവും പുതിയൊരു ഉദാഹരണം മാത്രമാണ് ഈ ഒരു ആരോപണം. 3 പാസ്പോർട്ട് ഒരു വ്യക്തി കയ്യിൽ വയ്ക്കുക, അതിലൊന്ന് UAE-യുടെ പാസ്പോർട്ട്, അതും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പത്നി. അവരുടെ മേൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത്തരത്തിൽ ഒരു സത്യമായിട്ട് അവരുടെ കയ്യിൽ 3 പാസ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിയമലംഘനമാണ്, നടപടി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത് സംബന്ധിച്ചുള്ള തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കണം. പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആരോപണത്തിൻ്റെ വെടിയുതിർത്തിട്ട് ഓടി രക്ഷപ്പെടുക എന്നുള്ളൊരു നടപടി ശരിയായൊരു നടപടിയേ അല്ല. അതുകൊണ്ട് തന്നെ പവൻ ഖേരയ്ക്ക് മേൽ അസാം പോലീസ് എടുത്തിട്ടുള്ള ഈ നിയമ നടപടി വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ യുവരാജാവിനുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പിടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഒരു പാഠമാകും എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടുത്ത നടപടികൾ അടുത്ത ആളുകൾക്ക് മേലും എടുക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ്
ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.